ഒരാഴ്ചയോളമായിട്ട് കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും ലോഡ് ഷെഡിംഗ് അനുഭവപ്പെടുന്നുണ്ട്. പലയിടത്തും അർദ്ധരാത്രി ആയതിനാൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കേരളത്തിന്റെ കാലാവസ്ഥയെക്കുറിച്ച് അറിയാം. മലയാളികൾ വെന്തുരുകയാണ്. പുറത്തിറങ്ങിയാൽ അതികഠിനമായിട്ടുള്ള ചൂടാണ്. വീടിനകത്തിരിക്കാമെന്ന് നോക്കിയാലോ പലയിടത്തും വൈദ്യുതി തടസ്സം അനുഭവപ്പെടുന്നതും അകത്തും പുറത്തും മലയാളികൾക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ ചൂട് കൂടുന്നതും അതുപോലെ തന്നെ കരണ്ട് പോകുന്നതിനെയൊക്കെ ചൊല്ലി പലതരത്തിലുള്ള റീലുകളും അതുപോലെ തന്നെ ട്രോളുകളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും അല്പം ആശ്വാസമാവുകയാണ്. കാരണം കഠിനമായ ചൂടിൽ കേരളത്തിന് അല്പം ആശ്വാസമേകി സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെക്കൻ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വ്യാപകമായ മഴ ലഭിച്ചു തുടങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിലും പല മേഖലകളിലും വ്യാപകമായിട്ട് മഴ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മഴ വടക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്താകെ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ KCBക്കും അതൊരു സന്തോഷ വാർത്തയാണ്. കാരണം അല്പം വൈദ്യുതി പ്രതിസന്ധി കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ലോഡ് ഷെഡിംഗ് കേരളത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് KCBയെ സംബന്ധിച്ചും വേനൽ മഴ എത്തുന്നത് അല്പം ആശ്വാസകരമാകുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിലും ചൊവ്വാഴ്ച മികച്ച മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് പെയ്തിരിക്കുന്നത്. ഇത് കുടിവെള്ളക്ഷാമത്തിനും കൃഷിനാശത്തിനും ചെറിയ രീതിയിലുള്ള ആശ്വാസം പകർന്നിട്ടുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം വരെ മഴയുടെ സാന്നിധ്യം കുറവായിരുന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിവിധ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ 8 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച വരെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നൽ സാധ്യത കൂടുതലായതിനാലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയിരുന്ന പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ എത്തുന്നതോടെ നിലവിൽ താപനിലയിൽ കുറവുണ്ടാകും. അന്തരീക്ഷത്തിലെ ആർദ്രത വർദ്ധിക്കുന്നത് ചിലയിടങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും മഴ പെയ്യുന്നത് ഭൂമി തണുക്കാൻ സഹായിക്കും. വേനൽ മഴ ലഭിക്കുന്നത് ജലസ്രോതസ്സുകളിലെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. നിലവിലെ കണക്കുകൂട്ടലുകൾ പ്രകാരം ശനിയാഴ്ചയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾ മഴയിൽ കുറവുണ്ടായേക്കും. എന്നാൽ അതിനുശേഷം മഴ വീണ്ടും സജീവമാകും. മെയ് പകുതിയോടെ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത. ഇത് കാലവർഷത്തിന് മുന്നോടിയായുള്ള അന്തരീക്ഷ മാറ്റങ്ങളുടെ സൂചനയായും കാലാവസ്ഥാ നിരീക്ഷകർ അടക്കം കരുതുന്നു. മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം. കനത്ത മഴയുള്ള സമയങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വേനൽ കടുത്തതോടെ കിണറുകളും തോടുകളും വറ്റി തുടങ്ങിയ പലയിടങ്ങളിലും മഴ എത്തിയതോടെ കുടിവെള്ളക്ഷാമത്തിനും ചെറിയ ആശ്വാസമായി. തോടുകളിലും ചിറകളിലും വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർക്കും ഇത് വലിയ ഒരു ആശ്വാസമായി മാറിക്കഴിഞ്ഞു. തുടർച്ചയായി മഴ ലഭിച്ചാൽ മാത്രമേ ഭൂഗർഭ ജലനിരപ്പ് ഉയരുകയുള്ളൂ. തെക്കൻ കേരളത്തിലും മഴ എത്തിയെങ്കിലും വടക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും ചൂടിന് വലിയ കുറവുണ്ടായിട്ടില്ല. വയനാട് ഒഴികെയുള്ള വടക്കൻ ജില്ലകളിൽ വ്യാഴാഴ്ചയോടെ മാത്രമേ മഴ സജീവമാകൂ. പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഴയ്ക്കായി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇടിമിന്നലോട് കൂടിയ മഴ മലയോര മേഖലകളിൽ വ്യാപകമായി ലഭിക്കുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്തെ മഴയുടെ ഗതി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. കാറ്റിന്റെ വേഗതയും ദിശയും മാറുന്നതിനനുസരിച്ച് മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടാകാം. അറബിക്കടലിലെ അന്തരീക്ഷ ചുഴി രൂപപ്പെടുന്നതിനെ കുറിച്ചും ശാസ്ത്രജ്ഞർ പഠിച്ചു വരികയാണ്. വരും ദിവസങ്ങളിലെ മഴയുടെ തീവ്രത അനുസരിച്ച് കൂടുതൽ ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചേക്കാം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ പെയ്തു തുടങ്ങിയത് ശുഭസൂചനയായിട്ടാണ് KCB കാണുന്നത്.
മഴ പെയ്യുന്നതോടെ അന്തരീക്ഷ താപനില കുറയും, AC, ഫാൻ എന്നിവയുടെ ഉപയോഗത്തിൽ കുറവുണ്ടാകുകയും ചെയ്യും. പീക്ക് അവറിലെ അമിത ഉപഭോഗം ഇല്ലാതായാൽ ലോഡ് ഷെഡിംഗ് തുടരേണ്ടി വരില്ലെന്നാണ് ഉന്നതതല യോഗം വിലയിരുത്തിയത്. മെയ് ആദ്യവാരത്തിൽ വീണ്ടും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട പവർ എക്സ്ചേഞ്ച് വഴി 250 മെഗാവാട്ട് അധിക വൈദ്യുതിക്കായി KSEB അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ വൈദ്യുതി കൂടി പൂർണ്ണമായി ലഭിച്ചു തുടങ്ങുന്നതോടെ ഉഷ്ണതരംഗം ഉണ്ടായാൽ പോലും ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ. നിലവിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസരണ ശൃംഖല തകരാറിലാകുന്നത് ഒഴിവാക്കാനാണ് ഈ നിയന്ത്രണം എന്നാണ് KSEB വിശദീകരിക്കുന്നത്. 10 വർഷത്തിനു ശേഷമാണ് കേരളത്തിൽ ഔദ്യോഗികമായി വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വേനൽക്കാലം മുന്നിൽ കണ്ടുള്ള കൃത്യമായ ആസൂത്രണം KSEB നടത്തിയില്ലെന്നും റെഗുലേറ്ററി കമ്മീഷൻ വിമർശിച്ചു. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള അനുമതി കമ്മീഷൻ നൽകിയെങ്കിലും മാർക്കറ്റിൽ വൈദ്യുതി ലഭ്യമല്ലാത്ത സാഹചര്യം KSEBയെ വലച്ചിരുന്നു. പ്രകൃതിയുടെ ചതി മൂലമാണ് ജലവൈദ്യുതി നിലയങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതെന്നാണ് മന്ത്രിയുടെ വാദം. കേരളത്തിലെ താപനില റെക്കോർഡുകൾ ഭേദിക്കുന്നതിന് പിന്നിലും അന്തരീക്ഷത്തിലെ കുറഞ്ഞ വായു സഞ്ചാരവും കാരണമാകുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി രൂപപ്പെട്ട ഉന്നത മർദ്ദ മേഖലകൾ കേരളത്തിലേക്കുള്ള വായു സഞ്ചാരത്തെ ഉയർന്ന തോതിൽ തടയുന്നതായി കണ്ടെത്തി. ഉച്ചയ്ക്ക് ശേഷം കടലിൽ നിന്നും കരയിലേക്ക് എത്തേണ്ട തണുത്ത കാറ്റിനെ ഈ മർദ്ദ മേഖലകൾ തടയുന്നതോടെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരാനാകാതെ ഭൗമോപരിതലത്തിൽ നിന്ന് തൊട്ടു മുകളിൽ തങ്ങി നിൽക്കുന്നതാണ്. ഇതോടെ പ്രകൃതിദത്തമായ തണുപ്പിക്കൽ സംവിധാനം നിലച്ചു. അന്തരീക്ഷം ഈർപ്പം കൂടുതലായതിനാലും വായു സഞ്ചാരമില്ലാത്തതിനാലും മനുഷ്യ ശരീരത്തിലെ വിയർപ്പ് ബാഷ്പീകരിച്ചു പോകുന്ന ഇവാപറേറ്റീവ് കൂളിംഗ് പ്രക്രിയ നടക്കുകയാണ്. ഇതോടെ യഥാർത്ഥ താപനിലയേക്കാൾ 3 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ അധിക ചൂടാണ് അനുഭവപ്പെടുന്നത്. പകൽ സമയത്ത് കെട്ടിടങ്ങളും റോഡുകളും ആഗിരണം ചെയ്യുന്ന ചൂട് രാത്രി പുറന്തള്ളുമെങ്കിലും കാറ്റില്ലാത്തതിനാൽ ഈ താപം ഉപരിതലത്തിൽ തന്നെ തങ്ങുന്നതും രാത്രികാല താപനിലയും 2 മുതൽ 5 ഡിഗ്രി വരെ വർദ്ധിപ്പിക്കുന്നു. മണ്ണിൽ ഈർപ്പം നഷ്ടമായതും വേനൽ മഴയുടെ അഭാവവും ചൂടിന്റെ തീക്ഷ്ണത ഇരട്ടിയാക്കുന്നു. പശ്ചിമഘട്ടം കടന്നെത്തുന്ന വരണ്ട ചൂട് നിറഞ്ഞ കാറ്റും ഉഷ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാറ്റില്ലാത്ത അവസ്ഥ നഗരങ്ങളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോകുന്ന ചൂടുവായു പുറത്തേക്ക് കടക്കാത്ത അറബൻ ഹീറ്റ് ഐലാൻഡ് പ്രതിഭാസം കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിലും തീവ്രമാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പുറത്തുവിടുന്ന ചൂട് ഒരിടത്ത് തന്നെ കേന്ദ്രീകരിക്കുന്നു. നഗരങ്ങളിൽ ഉച്ച സമയത്തെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 2 മുതൽ 4 കിലോമീറ്റർ മാത്രമാണ്. സാധാരണ ഇത് 10 മുതൽ 15 കിലോമീറ്റർ ആയിരുന്നു. ആവശ്യാനുസരണം വേനൽമഴ ലഭിച്ചാൽ മാത്രമേ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ നീങ്ങുകയും വായു സഞ്ചാരം പുനഃസ്ഥാപിക്കപ്പെടുകയും താപനില കുറയുകയും ചെയ്യുകയുള്ളൂ. ഈ മാസം 25 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് സംസ്ഥാനത്ത് ലഭിക്കേണ്ട വേനൽ മഴയിൽ 62% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മഴ എത്തുമെന്നുള്ള ശുഭകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി 2 കാര്യങ്ങളാണ്. ഒന്ന്, ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ചൂട് നിറഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ നിന്ന് അല്പമെങ്കിലും ഒരു ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്.